സാക്ഷാൽ വൈകുണ്ഠമൂർത്തി മത്സ്യാവതാരം അവലംബിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടെ സത്യവ്രതൻ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ആദ്യന്തവിഹീനനായ നിന്തിരുവടി ഒരു കൊച്ചു മത്സ്യമായി അടിയന്റെ കൈക്കുമ്പിളിൽ പതിക്കാനിടയായത് അടിയന്റെ ഭാഗ്യാതിരേകം കൊണ്ട് മാത്രമാണ്. ജഗത്തു മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടി എന്തിന് ഇത്ര ചെറുതായ ഒരു മത്സ്യമായി അവതരിച്ചു? നിന്തിരുവടി സാക്ഷാൽ ശ്രീഹരിയാണ്, മഹാവിഷ്ണുവാണ്, കാലസ്വരൂപനാണ്, സച്ചിദാനന്ദമൂർത്തിയാണ്, ചിന്മയനാണ്. അടിയനെ അനുഗ്രഹിക്കണമേ. സത്യവ്രതന്റെ ഈ പ്രാർത്ഥന കേട്ട് ശംഖുചക്ര ഗദാപത്മങ്ങളണിഞ്ഞ് രത്നകിരീടത്തോടും ശ്രീവത്സാങ്കിത വക്ഷസ്സോടും കൂടിയ വിഷ്ണുരൂപം ആ മത്സ്യത്തിൽ പൂർണ്ണമായി വിളങ്ങി അവന് ദർശനം നൽകി. ഭഗവാൻ അരുളി ചെയ്തു: ഭക്തോത്തമ, പ്രപഞ്ചത്തിൽ സൃഷ്ടിയുടെ ക്രമോന്നതമായ വളർച്ചയെ കാണിക്കുവാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച ഒരു ചെറിയ രൂപമാണ് ഈ മത്സ്യരൂപം. സൃഷ്ടി ക്രമോന്നതമായി പുരോഗമിക്കുന്നു എന്ന് കാണിക്കാൻ ജലത്തിൽ തന്നെ ബലമേറിയ അസ്ഥികളോടുകൂടിയ ആമയായും, പിന്നെ കരയിൽ അധോമുഖനായ മൃഗമായും, പിന്നെ മൃഗത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള നരസിംഹമായും, അനന്തരം മനുഷ്യനിൽ തന്നെ കുറിയ മനുഷ്യനായും, പിന്നെ പൂർണ്ണ മനുഷ്യനായിട്ടും, അങ്ങനെ സൃഷ്ടിയുടെ പുരോഗതി കാണിക്കാൻ ഞാൻ ഏറ്റവും ചെറിയ ഒരു മത്സ്യമായി അവതരിച്ചെന്നു മാത്രം. എന്റെ അവതാരത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. വേദാവിന്റെ വദനത്തിൽ നിന്നും വേദങ്ങളും അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്ന ഒരു ഘോരാസുരൻ ഈ സമുദ്രാന്തർഭാഗത്ത് എവിടെയോ ഒളിച്ചു കിടപ്പുണ്ട്. വേദം എന്റെ ശബ്ദമാണ്, പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന ദിവ്യ ദീപമാണ്. വേദങ്ങളെ വീണ്ടെടുക്കേണ്ടത് വേദസ്വരൂപനായ എന്റെ കടമയാണ്. ആയതിനാൽ വെള്ളത്തിൽ പതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടനെ വധിക്കാൻ ഒരു ജലജന്തുവായ മത്സ്യത്തിന്റെ രൂപം ഞാൻ സ്വീകരിച്ചു. 7 ദിവസം കഴിയുമ്പോൾ ഒരു പ്രളയമുണ്ടാകും. അത് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. ആ പ്രളയത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാനും ഈ മത്സ്യാകൃതി എനിക്ക് ആവശ്യമാണ്. സത്യവ്രതൻ തൊഴുത് ഉണർത്തിച്ചു: അടിയന് ആ പ്രളയമൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. അതിന് അടിയനെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് ആഗ്രഹമുള്ള പക്ഷം ഇന്നേക്ക് 7-ാം ദിവസം സംഭവിക്കുന്ന പ്രളയം അങ്ങ് കണ്ടുകൊള്ളുക. പ്രളയ സമുദ്രത്തിൽ അങ്ങ് നീന്തി വലയുമ്പോൾ അങ്ങയുടെ മുമ്പിൽ ഒരു തോണി പ്രത്യക്ഷപ്പെടും. അതിൽ സപ്തർഷികളും ഉണ്ടായിരിക്കും. അങ്ങ് ആ തോണിയിൽ കയറി പ്രളയസാഗരം മുഴുവനും കണ്ട് ആനന്ദിച്ചു കൊള്ളുക. അങ്ങയ്ക്കു വേണ്ട ദിവ്യോപദേശങ്ങളും ഞാൻ അപ്പോൾ നൽകുന്നതാണ്.